ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ സിമ്പിളായിട്ടൊരു എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഒന്ന് പുഴുങ്ങി കൊണ്ടുവരണം. അതുപോലെ ഈ ബ്രെഡ് 1 മിനിറ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്ത് കൊണ്ടുവരണം, ഈ ബ്രെഡിൻ്റെ സ്ലൈസസ്. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങി ബ്രെഡും സ്റ്റീം ചെയ്തിട്ട് കൊണ്ടുവരാം. നമ്മൾ മുട്ട 2ഉം പുഴുങ്ങി തോടൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, കുറച്ച് മല്ലിയില, ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി, കുറച്ചും കൂടെ, ഇത്രയും മതി. നമുക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മയോനൈസ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം മയോനൈസ് ഉണ്ട്. അത് നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ബ്രെഡ് 1 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാം. ഇത് നമുക്കിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. രണ്ട് സൈഡിലും കുത്തി വെക്കാം. നമുക്ക് 3 പീസും ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം. മൂന്ന് പീസും ഇതുപോലെ നമ്മൾ പരത്തിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് എയർ ഫ്രയറിൽ ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നമുക്കിത് എയർ ഫ്രയറിൽ വെച്ച് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ആദ്യം വെക്കാം. അതിനുശേഷം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ടോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് ടൈം കൂട്ടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി സാൻഡ്വിച്ച് തയ്യാറാക്കാം. നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ടൂത്ത് പിക്ക് ഊരിയെടുക്കാം. ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. നമുക്ക് 3 പീസിൻ്റെ അകത്തേക്കും ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ
എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുമല്ലോ. സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ച്, നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ.